ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് അരിപ്പുട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ റവ പുട്ട്, സേമിയ പുട്ട്, ഗോതമ്പ് പുട്ടൊക്കെ നമ്മൾ തയ്യാറാക്കി. അപ്പോൾ ഇനി നമുക്ക് അരിപ്പുട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ സ്ഥിരം ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ജീരകം, നല്ല ജീരകമില്ലേ, ചെറിയ ജീരകവും, പിന്നെ ഒരു 3 ചുള ചുവന്നുള്ളിയും കൂടി ഞാൻ അരിഞ്ഞിട്ടിട്ട് അതേ 3 ഗ്ലാസ് കൊണ്ട് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ഞാനൊന്ന് തിരുമ്പി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടിൻ്റെ പാകം എല്ലാവർക്കും അറിയാൻ തന്നെയല്ലേ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഇങ്ങനെ തെളിച്ചിട്ട് ഞാനിതൊന്ന് തിരുമ്പി നമ്മുടെ കയ്യിലൊന്നിങ്ങനെ കൂട്ടി പിടിക്കുമ്പോൾ ഒരു ഉരുള പോലെ ഇങ്ങനെ വരണം. അപ്പോൾ അതേപോലെ ആവണം വരെ ഒന്ന് തിരുമ്പി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ പൊടി ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി പുട്ടും പാനിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ നമ്മുടെ പുട്ട് കുറ്റി, അത് ചട്ടപ്പുട്ടിൻ്റെ കുറ്റീനെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ചില്ലിട്ടതിന് ശേഷം വെള്ളം ഒന്ന് വരുന്നേക്കാളും മുന്നേ, അതായത് തിളച്ച് വരുന്നതന്നെ ഉള്ളൂ, അപ്പോഴേക്കും ഞാനിതൊന്ന് പാത്രം വെച്ചിട്ടൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പുട്ട് നമുക്ക് അതിലിങ്ങനെ പറ്റി പിടിക്കാണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചു. അതിന് ശേഷം ഞാൻ ചില്ലിട്ടതിന് ശേഷം ഞാൻ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അരിപ്പൊടി പാകത്തിനായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും മീതെ നമ്മൾ നാളികേരം വീണ്ടും ഫില്ല് ചെയ്യണം കേട്ടോ ചെയ്യണത്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ആവി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മറ്റേ പുട്ടും കുറ്റിയിലും ഉണ്ടാക്കാറൊക്കെ ഉണ്ട്, നീള പുട്ടും കുറ്റിയിൽ. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ചട്ടുപുട്ടിൽ ഇങ്ങനെ തയ്യാറാക്കുമ്പോഴാണ്. അപ്പോൾ ഇതൊന്ന് ആവി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് എടുക്കാം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് 2 എണ്ണം കൂടി ഒന്ന് വേഗം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പഴ അല്ലാച്ചെങ്കിൽ പപ്പട, കറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഇന്ന് കടലക്കറിയാണ് കേട്ടോ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ കടല അപ്പുന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കടലക്കറി മതി എന്ന് പറഞ്ഞു. അപ്പോൾ കടലക്കറി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ചെങ്കതളിയുടെ പഴമുണ്ട്, പിന്നെ പാളയംകോടൻ പഴമുണ്ട്. അപ്പോൾ പിന്നെ പപ്പടത്തിൻ്റെ ആവശ്യം അപ്പോൾ ഇനി ഇല്ല. അപ്പോൾ ഞാൻ കണ്ടില്ലേ, നല്ല സൂപ്പർ വീട്ടിൽ നിന്ന് അച്ഛൻ കൊടുത്തയച്ചതാണ് പാളയംകോടൻ പഴം, പിന്നെ ചെങ്കതളിയുടെ പഴമൊക്കെ ഓണത്തിന്. അപ്പം ചെങ്കതളിയുടെ പഴം ശരിക്കും പഴുപ്പ് അങ്ങനെ വരണേ ഉള്ളൂ, പക്ഷേ നമുക്ക് തൊലി ഉരിഞ്ഞിട്ട് കഴിക്കാറായിട്ടുണ്ട്. പാളയംകോടൻ പഴം നല്ല പാകത്തിനായിട്ടുള്ള പഴുപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കൂട്ടിയിട്ടൊന്ന് പുട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ അരിപ്പുട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അരിപ്പുട്ടൊക്കെ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.